സാന്ത്വനത്തിൻ്റെ വരാനുള്ളൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിഥുനെ വഴിയിൽ ഉപേക്ഷിച്ച് കൂട്ടുകാരൻ മുങ്ങിയെങ്കിലും മിഥുനെ നോക്കുമ്പോൾ ശ്വാസം ഉണ്ടായിരുന്നു. ബാലനാണ് വന്ന് നോക്കണത്. ബാലൻ വന്ന് നോക്കുമ്പോൾ ശ്വാസം ഉണ്ടായി. എന്തോ അപകടം പറ്റിയതാണെന്ന് വിചാരിച്ച് ബാലൻ എന്തായാലും മിഥുനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ബാലൻ കുടുങ്ങുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ച് ബാലൻ തിരിച്ചു പോന്നപ്പോൾ ബാലൻ അന്വേഷിച്ച് പോലീസുകാർ വരുന്നത് ഒരു രോഗിനെ അവിടെ ഇട്ടിട്ട് പോകുന്നതിനുള്ള കുറ്റമായിരുന്നു. എന്തായാലും മിഥുൻ മരിക്കുന്നുണ്ട്. മിഥുൻ്റെ മരണത്തിന് ഉത്തരവാദി കാര്യങ്ങൾ അത് ബാലൻ്റെ തലയിൽ തന്നെ വന്ന് വീഴുന്നുണ്ട്. പിന്നീടാണ് നമ്മുടെ ആര്യൻ ആ വീട്ടിലേക്ക് വരുന്നതും കൈ മുറിഞ്ഞതൊക്കെ ആക്സിഡൻ്റ് അല്ല എന്നുള്ള കാര്യം ദേവിക്ക് നല്ല 100% ഉറപ്പുണ്ടായിരുന്നു. കാരണം വീണിട്ടുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉരച്ചിലോ പൊട്ടലോ അഴുക്കോ പൊടിയോ എന്തെങ്കിലും ഉണ്ടാവും. വേറെ എന്തോ അപകടത്തിൽ ചെന്നൊരു ചാടിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇവർ ആരെയോ പേടിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഗോമതിയോട് വെട്ടി തുറന്നും പറയുന്നുണ്ട്. ഇവർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, അടക്കി പിടിച്ചുള്ള സംസാരമാണ്, ഇവരെന്തോ ഒളിക്കുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്, അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണില്ല എന്നൊക്കെ അമ്മനോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഗോമതിക്കാണെങ്കിൽ പേടിയുണ്ട് ആ മിഥുൻ്റെ കാര്യത്തിൽ. അവരെ അങ്ങനെ വിളിക്കുന്നുണ്ടോ, മിത്രനെ ശല്യം ചെയ്യുന്നുണ്ടോ, ആര്യൻ രഹസ്യമാക്കി വെച്ചേക്കണോ എന്നൊക്കെ നമ്മുടെ ഗോമതിക്ക് ഒരു സംശയമുണ്ട്. പക്ഷേ എന്തായാലും ആര്യൻ അതൊന്നും പറയില്ല. അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും പറയില്ല. ഇതേ സമയം തന്നെയാണ് നമ്മുടെ ആകാശ് കാറൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ദേവമംഗലത്തേക്ക്. ദേവി വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ബാലനും അവിടെ ഉണ്ടാവും. ആ സമയത്ത് ആര്യനും ഉണ്ട്, ഗോമതിയും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ള സമയത്ത് തന്നെയാണ് ഈ കാറുമായിട്ട് വരുന്നത്. കാറ് കൃഷ്ണമംഗലത്തേക്കുള്ള കാറാണെന്നും ബാലൻ്റെ വീട്ടിലിട്ട് വളയ്ക്കാൻ വന്നതാണെന്നും വിചാരിച്ച് ബാലൻ ഒരു ഇഷ്ടികയായിട്ട് ഓടി വരുന്നുണ്ട് തല്ലി തകർക്കാനായിട്ട്. അപ്പോഴത്തേനും മീനാക്ഷിയും ആകാശം ഇറങ്ങി വന്ന്, അയ്യോ അങ്ങനൊന്നും ചെയ്യല്ലേ, ഇത് മീനാക്ഷി അച്ഛൻ എനിക്ക് സമ്മാനം തന്ന കാറെന്ന് പറഞ്ഞതോടുകൂടി ബാലൻ ആകെ ദേഷ്യമാവും. അല്ലെങ്കിലോ ബാലന് അവിടേക്ക് ആകാശം പോകുന്നതിനോട് ദേഷ്യം കൂടുതലായിരുന്നു. അതേസമയം തന്നെ കാറും കൂടെ സമ്മാനമായി കൊടുത്തതോടുകൂടി ദേഷ്യം കൂടുന്നു. ഇനി ആകാശിനെ കണി കാണാൻ കിട്ടില്ല എന്ന് ബാലന് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ നീ വലിയ കാറ് മുതലാളിയായില്ല, ഇനി കാറും കൊണ്ട് നടന്നോ, ഇനി നീ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ, ഇനിയിപ്പോൾ നിനക്ക് ചുമടെടുക്ക് പൊതി കെട്ടി കൊടുക്കാനൊക്കെ അപമാനമായിരിക്കും, നിൻ്റെ അമ്മായിച്ചൻ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും പണക്കാരനൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ആകാശിനെ പരിഹസിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ. അത് കേൾക്കുമ്പോൾ ആകാശിന് ദേഷ്യം വരും. ഇപ്പോൾ ആകാശം പറയും, എനിക്കും അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഗവൺമെൻറ് ജോലിക്കൊക്കെ പോകാനായിട്ട് എന്നെ പഠിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഞാനും പോയേനായിരുന്നു, എന്നെ കടയിൽ പൊതി കെട്ടി കൊടുക്കാനാക്കി എൻ്റെ ജീവിതം മുരടിപ്പിച്ചത് അച്ഛനല്ലേ എന്നൊക്കെ ചോദിച്ച് ആകാശ് നമ്മുടെ ബാലൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ബാലൻ ഇങ്ങനെ തകർന്നു പോകുന്നുണ്ട്. ആകാശിൻ്റെ ആ ചോദ്യത്തിന് പിന്നിൽ രവീന്ദ്രനാണെന്ന് മീനാക്ഷിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം മീനാക്ഷിക്ക് മനസ്സിലായി അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആകാശ് ഇങ്ങനെ ഇത്രയ്ക്കും ദേഷ്യപ്പെട്ട് സംസാരിക്കണമെന്ന്. ആകാശ് അച്ഛനോട് എന്തൊക്കെ ഇങ്ങനെ പറയണം, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ പറയണം മീനു, ഇന്ന് ഞാനും ഒരു ഉദ്യോഗസ്ഥനായേനെ, എന്നാൽ നിൻ്റെ മുന്നിൽ നിൻ്റെ വീട്ടുകാരുടെ മുന്നിലും എനിക്കും അഭിമാനത്തോടെ നിൽക്കായിരുന്നു. ഇപ്പോൾ കോമഡി സ്റ്റോർക്ക് പലചരക്ക് കടയിൽ പൊതി കെട്ടി കൊടുക്കാൻ നിർത്തി എൻ്റെ ജീവിതം നശിപ്പിച്ചത് അച്ഛൻ തന്നെയാണ്. എന്നിട്ട് പിന്നെ ഇപ്പോൾ ഈ കാറ് കിട്ടിയപ്പോൾ എന്നെ പരിഹസിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ആകാശം അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് പറയണം. അപ്പോൾ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ ആകാശിനോട് അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ബാലനായിട്ട് തെറ്റി ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് ആകാശ് പുറത്ത് വരണമെന്നും അതുപോലെ തന്നെ മീനാക്ഷിക്കും ആകാശിനും കൂടി ഒരു സൂപ്പർ മാർക്കറ്റ് കൊടുക്കണം എന്നൊക്കെ ഉള്ള അയാളുടെ സ്വപ്നമാണ് ഏറെക്കുറെ ഇങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്.